എങ്ങനെ ശർക്കരയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? കൂടുതലായിട്ട് എത്രേന്റെ പാക്കറ്റാണ് വെക്കുന്നത്? വെയിറ്റ് എത്രേന്റെ വെക്കുന്നത്? 1 കിലോ വെച്ചിട്ടാണ് വെക്കുന്നത്. വേറെ ഏതൊക്കെ ഐറ്റംസിലാണ് കൂടുതലായിട്ടും പാക്ക് ചെയ്യുന്നത്? എല്ലാ ഐറ്റംസുകളും. ഓക്കെ ചേച്ചി, ഓക്കെ. നമ്മൾ ട്രിവാൻഡ്രത്തെ സപ്ലൈക്കോടെ മെയിൻ ആയിട്ടുള്ള ഔട്ട്ലെറ്റിൻ്റെ ആ ഒരു ചെറിയൊരു ഗോഡൗൺ സ്പേസ് ആണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോക്ക് ഇപ്പോഴേ ഇവിടെ ഉണ്ട്, യാതൊരുവിധ കുഴപ്പമില്ല. ഇനി ഒരു ദിവസം കൂടെയാണ് ഉള്ളത്. മാക്സിമം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചെന്ന്? ഇത്ര മേടിച്ചത്? സബ്സിഡി ഉള്ള സാധനങ്ങൾ മാത്രമാണ് മേടിച്ചത്? സബ്സിഡി ഇല്ലാത്ത സാധനം മേടിച്ചായിരുന്നോ? സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ മേടിച്ചു. പൊതുവെ എന്താണ് അഭിപ്രായം? എന്താണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി എന്താണ് മാറ്റങ്ങൾ ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല. അതെന്താ കഴിഞ്ഞ പ്രാവശ്യം മേടിക്കാത്ത? വാങ്ങിക്കാൻ പറ്റിയില്ല. എന്തായാലും സർക്കാർ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടോ? എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അതാ അമ്മ മേടിച്ചിട്ടുണ്ട്. 2 കവറിലും ഇവിടെയും മേടിച്ചിട്ടുണ്ട്. ബില്ലിട്ടുകൊണ്ടിരിക്കുകയാണല്ലേ? നേരെ ഇവിടെ സ്ഥലം എവിടെയാണോ? വള്ളക്കടവാണല്ലേ? നമുക്ക് സബ്സിഡി ഉള്ള ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. ഇനി ആകപ്പാടെ ഒരു ദിവസം കൂടെ ഉള്ള ശബരിയുടെ പ്രോഡക്റ്റുകളാണ്. MRP 50 രൂപ, 40 രൂപയ്ക്കാണ് സംഭവം ഇവിടെ നമുക്ക് പായസത്തിൻ്റെ ഐറ്റംസിലൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ എല്ലാ പ്രോഡക്ട്സുകളൊക്കെ ആണെങ്കിൽ സംഭവം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മിൽമ ഗീയുടെ വന്നിട്ട് 44 രൂപ, 42 രൂപ, 100, 81ൻ്റെ 77 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗീ ഒക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിതാ ഇങ്ങോട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ ഇതും ആക്ച്വലി ഇത് ഓഫർ ഉള്ളതാണ്. അതിൻ്റെ ഒരു പ്രൈസ് ടാഗ് ആക്ച്വലി കാണുന്നില്ല കേസ്. ഓക്കെ, അതിൻ്റെ ഒരു പ്രൈസ് ടാഗ് നമുക്കിത് നോക്കാം. ഗീ 100 ml MRP 112, 106, 200 ml 215, 204 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പായസത്തിൻ്റെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ സംഭവങ്ങളെല്ലാം ഓഫേഴ്സ് ഉണ്ട്. സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. പായസം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഐറ്റംസിലും ഇവിടെ ഉണ്ട് കേട്ടോ. കരിപ്പെട്ടിയും ശർക്കരയൊക്കെ ഉണ്ട്. ശർക്കര വന്നിട്ട് 1 kg വന്നിട്ട് 64 റുപ്പീസാണ് വില വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സോൾട്ടൊക്കെ ആണെങ്കിൽ MRP റേറ്റ് 22.15 സംഭവം കൊടുക്കുന്നു. എല്ലാ ഉപ്പ് ഐറ്റംസുകളും ഈ ഒരു സൈഡിലായിട്ടും ഉണ്ട്. പരിപ്പ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഈ സൈഡിൽ ഇരിപ്പുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ചെറുപയർ സബ്സിഡി ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഈ സൈഡിൽ ഇരിപ്പുണ്ട്. 85 രൂപയാണ് സബ്സിഡി ഐറ്റംസ്. നോൺ സബ്സിഡി ആണെങ്കിൽ 105 രൂപയാണ് റേറ്റ് വരുന്നത്. ഗ്രീൻ പീസ് 334 രൂപയാണ്. മുളക് വന്നിട്ട് 140 സബ്സിഡി, 272 നോൺ സബ്സിഡി റേറ്റ് ഉണ്ട്. 1 പയർ വന്നിട്ട് 1 kg വന്നിട്ട് 68 സബ്സിഡി, നോൺ സബ്സിഡി വന്നിട്ട് 102 രൂപ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡൊപ്പി റൈസ് വന്നിട്ട് 43 റുപ്പീസ്. പരിപ്പ് 1 kg വന്നിട്ട് 60 റുപ്പീസ്. തേയില വന്നിട്ട് ലൂസായിട്ടുള്ള തേയിലയാണ്. ആക്ച്വലി ഈ തേയില വന്നിട്ട് 125 റുപ്പീസാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂരോ നോക്കി കഴിഞ്ഞാൽ 28 റുപ്പീസ്. അത് കൂടാതെ തന്നെ നമുക്ക് എല്ലാതരം പൗഡേഴ്സും ഈ ഒരു സൈഡിലാണെങ്കിൽ അവൈലബിൾ ആണ്. ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചന്ദനത്തിരി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അത്യാവശ്യം 20 to 30%, 30-35% ഓഫേഴ്സാണെങ്കിൽ ഉണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ശബരി ഉൽപ്പന്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി 100 ഗ്രാം 30 രൂപ, 200 ഗ്രാം 59 രൂപ. അതുകൂടാതെ തന്നെ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ആ സംഭവങ്ങൾ റേറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ശബരിയുടെ ഇഷ്ടംപോലെ പ്രോഡക്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ഐറ്റംസുകളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സൈഡിലേക്കാണ് കൂടുതൽ ബിസ്ക്കറ്റ് നൂഡിൽസ് ഐറ്റംസൊക്കെ. അതൊക്കെ ആണെങ്കിൽ 20 to 30% ആണെങ്കിൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടുണ്ട്.